നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന മന്ത്രിയുടെ ആരോപണം തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം മന്ത്രിയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവും മനുഷ്യത്വരഹിതവുമാണ്. മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് വ്യക്തമാക്കണം. അത് തെളിയിക്കാൻ താൻ ആവശ്യപ്പെടുകയാണ്. ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാജിവെക്കണം. മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രിയുടെ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. സംഭവം നടന്ന പറമ്പിന്റെ ഉടമ CPMന്റെ സജീവ പ്രവർത്തകനാണെന്നാണ് അറിയാൻ സാധിച്ചത്. മന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഉരുണ്ട് കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് അത് ഞൊടിയിടയിൽ വിതിൻ സെക്കൻഡ്സ് ഇവിടെ നടക്കുന്ന കാര്യം യൂറോപ്പിൽ അറിയും, അമേരിക്കയിൽ അറിയും, ഗൾഫിൽ അറിയും, ഡൽഹിയിൽ അറിയും. മന്ത്രി മാത്രം അറിയില്ല. ഈ സംഭവങ്ങൾ മന്ത്രി മാത്രം അറിയില്ല. അതുകൊണ്ട് മന്ത്രിയുടെ ആ ന്യായത്തിൽ, ആ വാദഗതിയിൽ യുക്തിയില്ല. അത് അസത്യമാണ്, അടിസ്ഥാനരഹിതമാണ്. അത് തെളിയിക്കാൻ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഗോവിന്ദൻ മാഷോട് നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ എന്താന്ന്. മന്ത്രി പറഞ്ഞതല്ല, അത് ഉരുണ്ട് കളിക്കരുത്. ഗോവിന്ദൻ മാഷ് മന്ത്രി പറഞ്ഞതിന് അദ്ദേഹത്തിന് വിഴുങ്ങാനും കഴിയില്ല, തള്ളാനും കഴിയില്ല. മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ. മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണം വന്നു. അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഗോവിന്ദൻ മാഷൊക്കെ പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന്? ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എന്ത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ? പക്ഷെ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം. ഈ വന്യമൃഗശല്യം എന്തുകൊണ്ടാണ്? കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി വേലി. അത് എന്തുവാകട്ടെ, അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കാനോ ആളുകൾ നിർബന്ധരാകുന്നത് എന്തുകൊണ്ടാണ്? കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.